ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ASMൻ്റെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഡേ 29 ആൻഡ് 30ലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്ന് നോക്കാം. നോക്കിയേ, ഡേ 30 എത്തിയിട്ടോ. ഇനി നമുക്ക് എത്ര ദിവസമുണ്ട് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്? മാക്സിമം ഒരു 2 വീക്സ് ആണുള്ളത് അല്ലേ. ഓഗസ്റ്റ് 2 ആണ് ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. പഠനം കൂടുതൽ ഉഷാറാക്കുക, കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഡേ 29 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന്. നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC/ST, ഓക്കെ, ആ ഒരു ടോപ്പിക്ക് പഠിക്കുക. അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷനെ കുറിച്ചും പഠിക്കുക. ഈ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. കാരണം ഈ ഭാഗത്ത് എവിടെ നിന്ന് ചോദ്യങ്ങൾ വരും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും ചോദ്യമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കമ്മീഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഏതൊക്കെയാണ്? നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC/ST, രണ്ടും വരും. ദേശീയവും വരും, സംസ്ഥാനവും പഠിക്കണേ. പിന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് മൈനോറിറ്റി കേട്ടോ. പിന്നെ വന്ന് കമ്പ്യൂട്ടറിൽ നമ്മൾ പഠിക്കേണ്ടത് ഇൻ്റർനെറ്റ്, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതൊന്ന് പഠിക്കുക. ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. പിന്നെ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററാണ്, SCERT ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. സംസ്കാരവും ദേശീയതയും, ഓൾഡ് SCERT ആണ്. സംസ്കാരവും ദേശീയതയും 10th സ്റ്റാൻഡേർഡ് 5th ലെസൺ ആണ് ഈ സംസ്കാരവും ദേശീയത എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? MEM സീരീസ് ആണല്ലോ. പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ പോവുക. അവരുടെ ഫയൽസിൽ എന്താണ് MEM 2.0 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കിടക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് മെയ് 2024 പഠിക്കുക. മെയ് 2024 കാര്യങ്ങൾ പഠിക്കുക. അതുകൂടാതെ തന്നെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചും പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്ത ചെനാബ് പാലത്തെക്കുറിച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കാരണം ഇപ്പോൾ ലാസ്റ്റ് നടന്നൊരു എക്സാമിന്, അതായത് യൂണിഫോം പോസ്റ്റിനൊരു എക്സാമിന് ഈ ചെനാബ് പാലത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്ത് വെച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 29 പഠിക്കേണ്ടത്. പിന്നെ അത് കൂടാതെ തന്നെ റിവിഷൻ ഡേ ആയിട്ട് ഡേ 17 നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കാം കേട്ടോ. ഏതൊക്കെയായിരുന്നു? നമ്മൾ കുറച്ച് SCERT ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 8th സ്റ്റാൻഡേർഡ് 10th ലെസൺ ബലം, പിന്നെ അതുകൂടാതെ 9th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് കഥാപാത്രങ്ങൾ, കൃതികൾ. ഇംഗ്ലീഷ് ആണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും. കറണ്ട് അഫയേഴ്സിൽ ഒക്ടോബർ 2024 മെയ് 2025 ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സമയത്തിനനുസരിച്ച് നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക. റിവിഷൻ ആണല്ലോ എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യരുത്. ഈ ലാസ്റ്റ് സമയത്തേക്ക് എത്തുമ്പോൾ റിവിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഡേ 30 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കണ്ടേ. ഡേ 30 വരാം. ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്. ഓക്കെ, ഇപ്പോൾ സ്പോർട്സിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ഒളിമ്പിക്സും പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസ് നടക്കുന്ന വേദികൾ, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ, ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികളെക്കുറിച്ചും അവരുടെ കൃതികളും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ 2 SCERT ലെസൺസ് ആണ് പഠിക്കേണ്ടത്. ഒന്ന് ഹിസ്റ്ററിയിൽ നിന്നും ഒന്ന് കെമിസ്ട്രിയിൽ നിന്നുള്ളതാണ്. 10th സ്റ്റാൻഡേർഡിൽ 6th ലെസൺ സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള ലെസൺ പഠിക്കണം. അതുകൂടാതെ 9th സ്റ്റാൻഡേർഡിൽ ഒരു ഫസ്റ്റ് ലെസൺ ഉണ്ട്, ആറ്റത്തിൻ്റെ ഘടന. 2 ഓൾഡ് SCERT ലെസൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ലെസൺസ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. മാത്സ്, മലയാളം MEM സീരീസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഡേ 18 നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷനും കൂടി ചെയ്യണം. എന്തൊക്കെയാണ് ഡേ 18 പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? പ്രകാശത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രകാശത്തിൻ്റെ പ്രതിപതനം, പ്രകാശത്തിൻ്റെ അപവർത്തനം, പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പോക്സോ നിയമത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഡേ 30 പഠിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പോൾ ഡേ 30 വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ SCERT സീരീസ് എന്ന് പറയുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഞാനും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതെന്ന് വെച്ചാൽ, ടോപ്പിക് വൈസ് SCERT ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫിസിക്സിൽ നമ്മൾ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന 3 ലെസൺസ് ആദ്യം പഠിച്ചു. ഏതൊക്കെ? 8th സ്റ്റാൻഡേർഡിലെ ഒരു ലെസൺ പഠിച്ചു. എന്താണ്? മർദ്ദം വാതകത്തിലും ദ്രാവകത്തിലും, ആ ഒരു ലെസൺ പഠിച്ചു. 9th സ്റ്റാൻഡേർഡിലെ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു. അതുകൂടാതെ തന്നെ ന്യൂ SCERTയിലെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന ഒരു ലെസൺ പഠിച്ചു. അതോടുകൂടിയിട്ട് ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലെ SCERT ഭാഗങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ശബ്ദം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ലെസൺസും കൂടി വരുമ്പോൾ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവും. അതായത് ടോപ്പിക് വൈസ് ആണ് നമ്മളുടെ SCERT സീരീസ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനും കുറച്ച് അഡ്വാൻസ് ലെവലിൽ പഠിച്ചവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ SCERT സീരീസ് ചെയ്തിട്ടുള്ളത്. മറ്റ് ക്ലാസ്സുകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പ്രത്യേകത ഇതാണ്, ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറച്ചങ്ങ് പഠിച്ചെത്തിയവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു ചോദിച്ചാൽ, അവർക്ക് ടോപ്പിക്ക് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സുകളൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ദ്രവബലങ്ങളാണെങ്കിൽ ഈ ഒരു 3 ക്ലാസ്സുകൾ അടുപ്പിച്ചുള്ളത് കണ്ടു കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ റിവിഷനായി, മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ SCERT സീരീസ് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾ കണ്ടു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയിട്ട് ഈ ഒരു സീരീസ് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം PSC എക്സാമുകൾക്ക് SCERT ടെക്സ്റ്റ് പുസ്തകങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ ഒരു 50% ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്നത് SCERT ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ന്യൂ SCERTയിലും ഓൾഡ് SCERTയിലും നമുക്ക് നല്ലൊരു ബേസ് വേണ്ടതാണ്. SCERT സീരീസ് ഫോളോ ചെയ്യുക, അത് നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.